എംപിമാരാകെ ഇവിടെ വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചൊരു വിധി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും, അല്ലേ? നിങ്ങൾ തന്നെ ജയിലിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഈ മോചനം നടന്നിട്ട് നമ്മളെ മോചനം നടന്നിട്ടേ പോകാൻ പറ്റൂ. അത് കാരണം അത്രയും നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ വിഷയമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയല്ലേ പറ്റൂ, അല്ലേ? കുറ്റം ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടെന്ന് കൃത്യമായിട്ടും തീർച്ചയായിട്ടും അതിനൊപ്പമാണ്. ഇതാണ് ഈ രൂപത്തിലാണ് പ്രതികരണങ്ങൾ. ഏതായാലും എംപിമാരാകെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മറ്റ് എംപിമാരുമുണ്ട്. എങ്ങനെയാണ് ഈ വലിയൊരു പ്രതീക്ഷയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ജയിലിന്റെ മുന്നിലും വന്നിരിക്കുന്നു? ഒരു പ്രതീക്ഷയുണ്ട്, ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട്. കാരണം നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ, അതായത് കേസിൽ വാദമൊക്കെ ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്നു. പിന്നെ ഈ കേസ് ആകെ മൊത്തം കെട്ടിച്ചമച്ച ഒരർത്ഥവും ഇല്ലാത്തൊരു കേസാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൻ്റെ അതിരുകളെപ്പോലും ലംഘിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കള്ളക്കേസ് നമ്മുടെ രാജ്യത്തൊരു പുതിയ കാര്യമല്ല. പലതിനകത്ത് കോൺകോട്ടഡ് സ്റ്റോറീസ് ഉണ്ടാവാം, ഫാബ്രിക്കേറ്റഡ് എവിഡൻസ്, ഇതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ് പലയിടത്തും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കള്ളക്കേസുകളെ പോലും നാണിപ്പിക്കുന്ന ഒരു കള്ളക്കേസാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുജിയ, ഇതിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു, കേസെടുത്തിട്ടില്ല എന്നൊരു കാര്യമുണ്ടായിരുന്നു. CPIയുടെ നിയമസഹായത്തോടെ യുവതികൾ, ആദിവാസി യുവതികൾ പോലീസിൽ, നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ അല്പസമയത്തിനകം പോകുമെന്ന വിവരം കൂടിയുണ്ട്. അതിന് CPIയുടെ എല്ലാ സഹായവും നിയമസഹായവും ഉണ്ട്. എല്ലാവരുടെയും, ഞങ്ങൾ പാർട്ടി മണ്ഡലത്തിൽ മാത്രമല്ല, പാർട്ടി ഒരു മുൻകൈ എടുക്കുന്നു. എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ കുട്ടികളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ പുറത്തുനിന്നുള്ള സഹായമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് വലിയ പ്രശ്നം. കാരണം പേടിപ്പിച്ച് നിർത്തുകയാണ് പലയിടത്തും. സ്വാഭാവികമായിട്ട് ഇന്ന് പോയി ആ പരാതി കൊടുക്കും. എന്ത് പരാതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് ഇഷ്ടംപോലെ അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെടുക്ക ഓരോ കുട്ടികളായിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഈ നാട്ടിൽ ഇതിങ്ങനെ ഒരു ബനാന റിപ്പബ്ലിക് ആകാൻ പറ്റില്ലല്ലോ. കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് ഇവരങ്ങനെ വലിയ ഫോഴ്സൊന്നും അല്ല. ഇവരുടെ ധാരണ പറയുന്നത് ഇവരാണ് ഇവിടുത്തെ വലിയ സംഭവം എന്നാണ്. 5-10 ആളുകൾ, ഒരു ഗാങ്സ്റ്റേഴ്സ്, ഒരു മാഫിയ സംഘം എല്ലാ ഭാഗത്തും അഴിഞ്ഞാടി നടക്കുകയാണ്. നിങ്ങളിപ്പോൾ ഊഹിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു 10 ഗുണ്ടകൾ കൂടി ഒരു നാട് നിയന്ത്രിക്കുന്നു. ബാക്കിയുള്ളവർ പേടിച്ചൊന്നും പറയുന്നില്ല. അതാണ് പലയിടത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി കൊടുക്കുക. ബജ്രംഗ് ദൾ എന്നല്ല, ഏത് ദള്ളായിരുന്നാലും ഞങ്ങൾക്ക് എന്തെന്ന്, ഏത് ദള്ളായിരുന്നാലും ശരി. പിന്നെ ഇതൊക്കെ ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ഇവർക്കാണ് വലിയ സംഭവങ്ങളാണ്. കഷ്ടകാലത്തിൽ ഞങ്ങളെപ്പോലുള്ള പാർട്ടികൾക്കൊന്നും ഈ ജനാധിപത്യ ചിത്രത്തിനകത്ത് അധികം ഇല്ലാത്തതുകൊണ്ട് ചെറിയ പാർട്ടികളാണ് ആൾ ധരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ വെല്ലാനുള്ള നല്ല ഖാസ് എന്ന് പറഞ്ഞാൽ നല്ല കരുത്തുണ്ട്, ആന്തരികമായ കരുത്തുണ്ട് ഞങ്ങൾക്ക്. ഇവരൊക്കെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി മാഫിയ നടക്കുന്നവരാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രൂപത്തിൽ എംപിമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.